നിങ്ങൾ ഇസ്രായേലിനെ സഹായിക്കരുത് പെണ്ണുമക്കളെ എന്നവരോട് പറയലാണ്. ആ പറയുന്നതിൽ ഉൽപ്പന്നങ്ങളുണ്ട്, മിഠായികളുണ്ട്, നമ്മുടെ കുട്ടികൾ സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പദാർത്ഥങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഇന്ന് ലോകത്തിന് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസം. നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക, അതിനെ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ലോകം സ്വീകരിച്ച ഒരു സമരമാർഗമാണ്. ആ സമരമാർഗത്തിൽ ആത്മാർത്ഥതയോടുകൂടി സന്നദ്ധതയോടുകൂടി അടിയുറച്ചു നിൽക്കാൻ ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ്, ഒരു പ്രക്ഷോഭമാണ്. അതുപോലെ തന്നെ ഒരു ധാർമ്മികതയുടെ ഏറ്റവും വലിയ പാഠമാണ്. ഗസ ഒരു ഉരക്കല്ല, നമ്മളുടെ ഒരു പൊസിഷനെ നിർണ്ണയിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഭൂമിയിൽ നിർമ്മിച്ച ഒരു ഉരക്കല്ല. ഗസക്കാരുടെ വിശ്വാസവും ഗസക്കാരുടെ നിശ്ചയദാർഢ്യവും ഗസക്കാരുടെ പോരാട്ട വീരത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടതോ അളക്കേണ്ടതോ ഇല്ല. അതിലവര് 100% ഡെഡിക്കേറ്റഡ് ആണ്. നിങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അനസ് ജമാൽ ഷരീഫ് എന്ന് പറയുന്ന അൽ ജസീറയുടെ പത്രപ്രവർത്തകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ രക്തസാക്ഷിയായി. അനസ് ജമാൽ ഷരീഫിന് സഹപ്രവർത്തകൻ അയച്ച മെസ്സേജ് ഉണ്ട്. ഖത്തറിൽ നിന്ന് അദ്ദേഹം അയക്കുന്നത്, നീ ഉടനെ ഖത്തറിലേക്കോ തുർക്കിയിലേക്കോ മാറണം, നിന്റെ ജീവൻ അപകടത്തിലാണ്. അതിന് അനസ് ജമാൽ ഷരീഫ് അയച്ച മറുപടി, ലൻ നഖ്റുജ മിൻ ഗസ്സ ഇല്ലാ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കല്ലാതെ ഗസയിൽ നിന്ന് ഞാൻ പുറത്തു പോവില്ല എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുതും വലുതുമായ ഫലസ്തീൻ ഗസ ഐക്യദാർഢ്യ റാലികൾ നടക്കുന്ന പ്രദേശമാണ് കേരളം എന്ന് പറയുന്നു. നമ്മൾ പരിപാടി നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ലോകത്ത് ലക്ഷങ്ങൾ അണിനിരന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി ജർമ്മനിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഫലസ്തീന് പുറത്തുള്ള ആളുകൾ ഫലസ്തീനെ സഹായിക്കേണ്ടത്? അതിലൊന്നാമത്തെ കാര്യം ഫലസ്തീനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാവുക എന്നതാണ്. ഈ ഇഷ്യൂ എന്താണ്, ഫലസ്തീൻ കോഴ്സ് എന്താണ്, ഫലസ്തീൻ പ്രശ്നം എന്താണ്, ഇസ്രായേലിന്റെ ചരിത്രം എന്താണ്, ഫലസ്തീൻ ജനതയുടെ പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ചരിത്രം എന്താണ്. ചില ആളുകൾ പറയുന്നത് ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സ ആരംഭിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നാണ്. കാരണം ഈ പ്രശ്നത്തെക്കുറിച്ച് അവർക്കറിയില്ല. 7.5 പതിറ്റാണ്ട് കാലം ലക്ഷോപലക്ഷം മനുഷ്യർ രക്തസാക്ഷികളായ ഒരു പ്രശ്നമാണ് ഫലസ്തീൻ പ്രശ്നം. 65 ലക്ഷം അറബികൾ ജനിച്ച നാട് വിട്ട് ഓടിപ്പോയ പ്രശ്നമാണ് ഫലസ്തീൻ പ്രശ്നം. ഷബറ ഷാത്തില എന്നറിയുന്ന രക്തമറച്ചു പോകുന്ന പീഡനങ്ങളുടെയും ക്രൂരതയുടെയും ചരിത്രമാണ് ഇസ്രായേലിനും മറുഭാഗത്ത് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രശ്നം എന്താണ് എന്ന അവയർനെസ്, ബോധമുണ്ടാവുക എന്നതും ആ ബോധം ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക എന്നതും, അങ്ങനെ ഫലസ്തീൻ എന്ന് പറയുന്ന കോസ് നീതിയുടെ ഭാഗത്താണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒന്നാമതായി ഫലസ്തീന് പുറത്തുള്ള ആളുകൾ ഫലസ്തീനെ കുറിച്ച് സംസാരിക്കുക എന്നതാണ് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യദാർഢ്യങ്ങളിൽ ഒരു ഭാഗമെന്ന് പറയുന്നത്. ഇപ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം, അതിന് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസപരമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്ന ഒരു പ്രദേശമാണ്. ക്രിസ്തു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ജൂതമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 65 ലക്ഷം ജനസംഖ്യ അഭയാർത്ഥികളായി തീർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അതിൻ്റെ മാപ്പ് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി. അവിടെയുള്ള ആളുകളിൽ ഏകദേശം ആ ജനസംഖ്യയിൽ 12.5% ക്രിസ്ത്യാനികളായിരുന്നു. ഇപ്പോൾ ക്രിസ്ത്യൻ ജനസംഖ്യ ഫലസ്തീനിൽ 1.6% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെയും ഫലസ്തീനിൽ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. ഉണ്ണിയേശു ജനിച്ച സ്ഥലത്ത് ക്രിസ്മസ് നടന്നിട്ട് 2 വർഷമായി. കാരണം ഗസയിലെ ഈ പിഞ്ചുപൈതങ്ങളുടെ ചോര പുരണ്ട നിലവിളികൾക്കിടയിൽ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ജനിച്ച സ്ഥലത്ത് ക്രിസ്മസ് ഇല്ലാതായിട്ട് 2 വർഷമായി. നമ്മൾ ആലോചിച്ച് നോക്കണ്ട. എന്ന് പറഞ്ഞാൽ 12.5 ജനസംഖ്യയുള്ള ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയിൽ 90% കുറഞ്ഞിരിക്കുകയാണ്. ചില ആളുകൾ കുടിയേറിപ്പോയി, ചില ആളുകൾ അഭയാർത്ഥികളായി പോയി, ചില ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ഫലസ്തീൻ കോസിനു വേണ്ടി തന്നെയാണ് അവരും കൊല ചെയ്യപ്പെട്ടത്. അപ്പൊ എന്താണ് ഫലസ്തീൻ പ്രശ്നമെന്ന് നിരന്തരം അറിയുകയും അറിയാൻ ശ്രമിക്കുകയും ആ അറിവ് ആളുകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നത് ഫലസ്തീൻ സോളിഡാരിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്
ഫലസ്തീൻ പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് ഫലസ്തീനികളോട് നമ്മൾ ചേർന്ന് നിൽക്കുക എന്നതാണ്. ഫലസ്തീനികളോട് ചേർന്ന് നിൽക്കുക, അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പോരാട്ടം, അവരുടെ നിശ്ചയദാർഢ്യം, ഇങ്ങനെയെല്ലാം സമ്മിശ്രമായ ഒരു ജനതയാണ് ഫലസ്തീനിലെ ജനത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഗസയില് 42 ലക്ഷം ജനങ്ങളുള്ള ഒരു പ്രദേശത്ത് 60,000 ആളുകള് രക്തസാക്ഷികളാണ്. അത് ഔദ്യോഗിക കണക്കാണ്, സ്ഥിരീകരിച്ച കണക്കാണ്. സ്ഥിരീകരിക്കാത്ത കണക്കനുസരിച്ച് 1,00,000-ൽ പരം ആളുകൾ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 60,000-ഓളം മനുഷ്യർ കൊല ചെയ്യപ്പെട്ട. അതേപോലെ തന്നെ നമുക്കറിയാം, അതിൽ ഒരു ദിവസം 5 മുതൽ 10 വരെ പട്ടിണി മരണങ്ങൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ 60,000-ലെ 24,000 മനുഷ്യർ കൊല ചെയ്യപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 6 വയസ്സിന് താഴെയുള്ള 24,000 കുട്ടികൾ കൊല ചെയ്യപ്പെട്ട ലോക ചരിത്രത്തിലെ ഒരു ദുരന്തവും ലോക നാഗരികത ഇന്നേ വരെ ദർശിച്ചിട്ടില്ല. ഒരു പ്രവാചകനും അതിന് സാക്ഷിയായിട്ടില്ല. ഒരു നാഗരികതയും 24,000 കുട്ടികളുടെ കബന്ധങ്ങൾ നോക്കി നിൽക്കേണ്ടി വന്നിട്ടില്ല. ഒരു ലോക ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ദശാസന്ധിയിൽ 24,000 കുട്ടികളെ കൊല ചെയ്യപ്പെട്ട ചരിത്രം വായിച്ച ഓർമ്മ പോലും നിങ്ങൾക്കില്ല. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം ലൈവായി കാണുന്നവരാണ് നമ്മൾ. മറ്റേത് ലോകത്തെ ക്രൂരതകളുടെ ചരിത്രമുണ്ട്, ലോക ഭീകര യുദ്ധങ്ങളുടെ ചരിത്രമുണ്ട്. ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ആളുകളാണ്. നമ്മളാരും കണ്ടവരല്ല, കാണാനുള്ള സൗകര്യമൊന്നുമില്ല. നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ഈ ഇത്രയും ഭീകരമായ ദുരന്തം കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ അതിനോടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പൊസിഷനിൽ നിന്ന് നിരുപാധികം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ആ ജനതയെ ചേർത്ത് നിർത്തലാണ്. ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രയാസങ്ങളുണ്ട്, ആ പ്രയാസങ്ങൾ സഹായിക്കാൻ പറ്റുന്ന ആളുകൾ സഹായിക്കുക, സാമ്പത്തികമായി സഹായിക്കുക. വിശുദ്ധ ഖുർആനിലെ ധർമ്മസമരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മസമരമായി വിശുദ്ധ ഖുർആൻ പറയുന്നത് മാലുകൊണ്ട്, സമ്പത്ത് കൊണ്ടുള്ള സമരമാണ്. അപ്പൊ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നവർ ഉണ്ടെങ്കിൽ അങ്ങനെ സഹായിക്കുക, അവരെ ചേർത്ത് നിർത്തുക. അതുപോലെ തന്നെ ധാർമ്മികമായി അവരെ ചേർത്ത് നിർത്താൻ ബാധ്യതപ്പെട്ട മനുഷ്യരുണ്ടെങ്കിൽ അവർ ചേർത്ത് നിർത്തുക. ലോകത്തുനിന്ന് മനുഷ്യത്വത്തിന്റെ അടയാളം എന്ന് പറയുന്നത് നിങ്ങൾ ഫലസ്തീനെ സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഫലസ്തീനെ പിന്തുണക്കുന്നുണ്ടോ എന്നത് മാത്രമാണ്. ബാക്കിയുള്ളതൊന്നും മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറക്കെ പറയേണ്ടി വരും. അപ്പം മനുഷ്യ സമൂഹത്തിന്റെ അവരുടെ ഏറ്റവും ചരിത്രപരമായ ഒരു ദൗത്യം അവർ നിർവഹിക്കണമെങ്കിൽ, ഞാൻ സൂചിപ്പിച്ചല്ലോ, ലോകത്ത് ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ലോകത്ത് വന്നു പോയിട്ടുണ്ട്. അവർക്ക് പ്രതിയോഗികൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ഉപരോധങ്ങളും പ്രയാസങ്ങളുമെല്ലാം അവർ സഹിച്ചിട്ടുണ്ട്. പക്ഷേ 24,000 മനുഷ്യർ, അതും 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ലോകം നമ്മളുടെ ഒരു പൊസിഷനെ കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വിശ്വാസികളാണോ അല്ലേ എന്ന് മാറ്റുരക്കാനുള്ള ഉരക്കല്ലുണ്ട്. യൗമുൽ ഫുർഖാൻ എന്ന് ബദറിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അത് മാറ്റുരക്കാനുള്ള ഒരു ഫുർഖാനാണ് ഗസ എന്ന് പറയുന്നത്. ഒരു ഉരക്കല്ലാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ, നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ ഉരൽക്കല്ല. എത്ര വലിയ വിശപ്പാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ അവിടെ രക്തസാക്ഷിയായ പത്രപ്രവർത്തകരെ മൊത്തം ഏകദേശം 278 പത്രപ്രവർത്തകരാണ് ഗസയിൽ രക്തസാക്ഷികളായത്. ഏകദേശം 112ഓളം UN വളണ്ടിയേഴ്സാണ് ഗസയിൽ രക്തസാക്ഷികളായത്. അതുപോലെ തന്നെ നമുക്കറിയാം ഏകദേശം 250ഓളം റെപ്യൂട്ടഡായ പ്രധാനപ്പെട്ട മസ്ജിദുകളാണ് ഗസയിൽ തകർക്കപ്പെട്ടത്. നമുക്കറിയാം ഇവിടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഷാഫി ഫിഖ് ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ഇമാം ഷാഫിയുടെ ജന്മസ്ഥലമാണ് ഗസ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ ചരിത്ര പ്രസിദ്ധമായ പള്ളി അടക്കമുള്ള 250-ലധികം പ്രസിദ്ധമായ പള്ളികൾ. കാരണം ഗസയെ കുറിച്ച് ചരിത്രം വിശേഷിപ്പിക്കുന്നത് പള്ളികളുടെ നാട് എന്നാണ്. ഒരു ഗസാവിയോട് നിങ്ങൾ ചോദിച്ചാൽ, ഗസക്കാരനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ, ഗസക്കാരൻ പറയുന്നത് പഞ്ചായത്തിന്റെയും സ്ട്രീറ്റിന്റെയും പേരല്ല, ഇന്ന പള്ളിയുടെ അടുത്തുനിന്നാണ്. കാരണം അവരുടെ മേൽവിലാസം പോലും പള്ളിയുമായി ബന്ധപ്പെട്ടതാണ്. ആ ജനതയുടെ മേൽവിലാസം തകർത്തു തരിപ്പണമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തകർച്ചയുടെ ആഴം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ അതുപോലെ കുട്ടികളെ, അതുപോലെ സ്ത്രീകൾ, ഏകദേശം 17,000-ഓളം ആളുകൾ കൊല ചെയ്യപ്പെട്ടത് സ്ത്രീകളാണ്. അതുപോലെ തന്നെ ഉമ്മമാർക്ക് മുലയൂട്ടാൻ പറ്റാത്ത പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു ഫോട്ടോ കണ്ടു, ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഏത് മനുഷ്യരെയും കരൾ അലിയിക്കുന്ന ഒരു ഫോട്ടോയാണ് യഥാർത്ഥത്തിൽ ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ. കൊച്ചുകുട്ടി അടുത്തിരിക്കുന്ന പ്രസവിക്കപ്പെട്ട കൊച്ചുകുട്ടിയുടെ കാല് വായിൽ വെച്ച് നിൽക്കുന്ന, വിശപ്പ് സഹിക്കവയ്യാതെ വായിൽ വെച്ച് നിൽക്കുന്ന ഒരു രംഗമാണ്. കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തകനായ മഹ്മൂദ് എന്ന് പറയുന്ന പത്രപ്രവർത്തകന് അദ്ദേഹത്തിന്റെ വിവാഹ നിശ്ചയം, കല്യാണം നടന്നിട്ടുണ്ട്, നിക്കാഹ് നടന്നിട്ടുണ്ട്. ഈ നിക്കാഹിൽ മഹ്മൂദ് മഹറായി കൊടുത്തത് ഒരു പാക്കറ്റ് കുബൂസാണ്.
എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയത് ഫലസ്തീനിൽ ഭക്ഷണമാണ് എന്നതിന്റെ തെളിവാണ് വിവാഹ നിശ്ചയത്തിൽ മഹറായി കുബൂസ് നൽകുന്നുവെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത്രയും ആഴത്തിലുള്ള പട്ടിണി, ദുരന്തങ്ങൾ, അതുപോലെ തന്നെ നാഗരികതയുടെ വലിയൊരു പ്രദേശങ്ങള് തകർത്ത് തരിപ്പണമാക്കുക എന്ന് പറയുന്നത്, ഈ എല്ലാ പ്രശ്നങ്ങളെയും മനസ്സിലാക്കി അവരെ നിരുപാധികം ചേർത്ത് പിടിക്കുക എന്നതാണ് രണ്ടാമത് ആ ജനതയോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഐക്യദാർഢ്യം എന്ന് പറയും. ഒന്ന്, ഫലസ്തീൻ കോഴ്സിനെ നിങ്ങൾ അറിയുക, പ്രചരിപ്പിക്കുക. രണ്ടാമത്തത് ഫലസ്തീൻ ജനതയെ നിരുപാധികം ചേർത്ത് പിടിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഫലസ്തീനു വേണ്ടി പ്രക്ഷോഭങ്ങൾ, ഐക്യദാർഢ്യ റാലികൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ഒരു ദൗത്യമാണ്. അത് ഏറ്റവും കൂടുതൽ മനോഹരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് യൂറോപ്പാണ്. യൂറോപ്പിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ധാരാളം കപ്പലുകളിൽ അവിടുത്തെ ആക്ടിവിസ്റ്റുകളിൽ എല്ലാ വിഭാഗം ജനങ്ങൾ, മതമുള്ളവരും മതമില്ലാത്തവരും വ്യത്യസ്ത മതധാരകളിൽപ്പെട്ട എല്ലാവരും ഭക്ഷണവുമായി ഗസയിലേക്ക് നീങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാവ്യനീതികൾ എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകം കൂട്ടുനിന്ന ഏറ്റവും വലിയ അനീതി ഉണ്ടാക്കാൻ കാരണക്കാരായ ബ്രിട്ടൻ, അവർ കഴിഞ്ഞ ആഴ്ച ഫലസ്തീൻ എംബസി രൂപീകരിക്കുകയും ഫലസ്തീൻ എംബസിയുടെ മുന്നിൽ ഫലസ്തീന്റെ പതാക ഉയർത്തുകയും ചെയ്ത രാജ്യമായി ബ്രിട്ടൻ മാറുകയാണ്. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം യഥാർത്ഥത്തിൽ ആന്റി സെമിറ്റിക് ബില്ലുള്ള ഒരു നിയമമുള്ള രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇസ്രായേലിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ ആ സംസാരം രാജ്യദ്രോഹ കുറ്റമായി അംഗീകരിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഫലസ്തീനു വേണ്ടി രണ്ടാമത് ഉച്ചത്തിൽ സംസാരിച്ച രാജ്യമായി ഫ്രാൻസ് മാറുകയാണ്. ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അവർ അംഗീകരിക്കുകയാണ്. ജർമ്മനി, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോ ഏകദേശം 120ഓളം രാജ്യങ്ങളാണ് പുറത്തുപോയത് എന്ന് പറഞ്ഞാൽ ഫലസ്തീനെ പിന്തുണക്കുന്ന 120ഓളം രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിൽ ക്യാമ്പസുകൾ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ വരുന്ന ആ പ്രൊഫസർ ഇസ്രായേൽ അംഗീകരിക്കുന്ന ആളാണെങ്കിൽ ആ പ്രൊഫസറുടെ ക്ലാസ്സിൽ ഒരൊറ്റ കുട്ടിയും ഇരിക്കില്ല. ആ പ്രൊഫസർ അവർ ബഹിഷ്കരിക്കുകയാണ്. അത് അമേരിക്കയിലെ ഏറ്റവും വലിയ സർവകലാശാലകൾ മുതൽ യൂറോപ്പിലെ വ്യത്യസ്തമായ ക്യാമ്പസുകൾ വരെ നടന്നുകൊണ്ടിരിക്കുക. ടെന്റ് കെട്ടിയുള്ള സമരങ്ങൾ നടക്കുന്നത് ലോകത്തെവിടെയാണ്? കൊളംബിയ സർവകലാശാലയിലാണ്, അതുപോലെ ഓസ്ട്രേലിയയിലാണ്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി വരുന്നത് സമരം ചെയ്യാൻ, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല. ക്യാമ്പസിന്റെ നടുത്തളത്തിൽ ടെന്റ് കെട്ടിക്കൊണ്ട് ഫലസ്തീൻ ഐക്യദാർഢ്യപ്പെടുന്ന യുവാക്കള്, വിദ്യാർത്ഥികള് ഇന്ന് ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് യൂറോപ്പിലാണ് ഏറ്റവും വലിയ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ നടന്നത് എവിടെയാണ്? ലണ്ടനിലാണ്. 5 ലക്ഷം ആളുകൾ പങ്കെടുത്ത റാലിയാണ്. ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു രാജ്യമാണ്. നിയമപരമായി, ധാർമ്മികമായി, മതപരമായി, എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായി സഹായിക്കാൻ ബാധ്യതപ്പെട്ട രാജ്യമാണ് UK. പക്ഷെ ഈ പോരാട്ടത്തിൽ ഇസ്രായേലിനെ ഏറ്റവും കുറച്ച് സഹായിച്ച രാജ്യമാണ് UK എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവിടുത്തെ ജനങ്ങൾ രൂപപ്പെട്ട പ്രക്ഷോഭമാണ്. അതുകൊണ്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക, ഐക്യദാർഢ്യ റാലികൾ സംഘടിപ്പിക്കുക. എത്ര ചെറുതാണെങ്കിലും ഫലസ്തീനെ ചേർത്ത് നിർത്തുന്ന കൂട്ടായ്മകളിൽ നമ്മൾ ഭാഗമാക്കുക. കൊടിയുടെ നിറം നോക്കാതെ, സംഘടിപ്പിക്കുന്നവർ നോക്കാതെ, ഫലസ്തീൻ എന്ന കോഴ്സ് ജനുവിനായി ലോകത്തെ ഏറ്റവും വലിയ ജസ്റ്റിസ്, നീതിക്ക് വേണ്ടിയുള്ള ഉയർത്തെഴുന്നേൽപ്പാണെന്ന് മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്യാനും അഭിവാദ്യം ചെയ്യാനുമുള്ള മനസ്സാക്ഷി ഉണ്ടാവുക. ഇത് ഫലസ്തീന്റെ പുറത്തു നിന്ന് ഫലസ്തീൻ ജനതയോട് നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ ബാധ്യതയാണ്. പ്രക്ഷോഭങ്ങളും ഐക്യദാർഢ്യ റാലികളും സംഘടിപ്പിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നാലാമത് അവരോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. ആ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ ഫലസ്തീൻ വിരുദ്ധ നരേഷൻ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്കറിയാം, ഏകദേശം ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം കണ്ടുപിടിച്ച വലിയൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെ അംഗീകരിക്കുകയും അതിനുവേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ ഫലസ്തീൻ അനുകൂലമായ ഒരു പോസ്റ്റർ ഇട്ടാൽ AI സെൻസർഷിപ്പാണ്. അത് വേറെ ആരും ചെക്ക് ചെയ്യണ്ട. ബാക്കിയുള്ള ഫേസ്ബുക്കിന്റെ ഓഫീസിൽ നിന്ന് ചെക്ക് ചെയ്യണം. ഇന്നാളുടെ പോസ്റ്റ്, ഇന്ന വിഷയം, അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. AI സെൻസർഷിപ്പാണ്. ഓട്ടോമാറ്റിക്കലി അതിന്റെ റീച്ച് കുറയും. അതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതം അതിനനുസരിച്ചാണ് ഫേസ്ബുക്കും വാട്സപ്പും അതിന്റെ എല്ലാ മെക്കാനിസവും സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നാലും ഈ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ ശബ്ദവും സാന്നിധ്യവും എല്ലാം
ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ, നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ ആളുകളെ സ്വാധീനിക്കുന്ന ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ, നിങ്ങൾ മനുഷ്യനാണ് എന്ന് ഈ കാലം അംഗീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു സംസാരത്തിൽ, നിങ്ങളുടെ ഒരു ദൃശ്യത്തിൽ, നിങ്ങളുടെ ഒരു വീഡിയോയിൽ ഫലസ്തീൻ എന്ന് പറയുന്ന കോഴ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ഉയർത്തുന്നുണ്ടോ ഇല്ലേ എന്നത് ആസ്പദിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഫലസ്തീന്റെ കൂടെ നിൽക്കാൻ സന്നദ്ധരാവുക എന്ന് പറയുന്നത് മനുഷ്യത്വത്തെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന മനുഷ്യരെല്ലാം ഇന്ന് ലോകത്ത് ചെയ്യുന്ന ഒരു പണിയാണ്, ഒരു ദൗത്യമാണ്. ജീവൻ അപകടത്തിൽ അടക്കി പിടിച്ചിട്ടാണ് സമുദ്രത്തിലൂടെ 15ഓളം രാജ്യങ്ങൾ, 44ഓളം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ഗസയിലേക്ക് ഭക്ഷണവുമായി ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായി സമുദ്രം വഴി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവൻ അപകടത്തിലാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു താന്തോന്നി രാഷ്ട്രമാണ്. ലക്കും ലഗാനുമില്ലാതെ ലോകത്തെ അക്രമത്തിന്റെ എല്ലാ രീതിയും അവർ ലോകത്ത് വികസിപ്പിച്ചെടുക്കുകയാണ്. ഇപ്പൊ ഇന്ന് ഇസ്രായേൽ സെനറ്റ് അവിടുത്തെ പാർലമെന്റ് പാസാക്കിയ നിയമം എന്താണ്? ഫലസ്തീൻ തടവുകാരെ മുഴുവൻ കൊല്ലുക എന്നതാണ്. തടവിലാകുന്ന ലക്ഷങ്ങളായ ഫലസ്തീനികൾ തടവറയിൽ അവിടെ കഴിയുന്നുണ്ട്. അവരെ കൊല്ലുക എന്ന നിയമമാണ് ഇന്ന് രാവിലെ ഇസ്രായേൽ പാസാക്കിയിട്ടുള്ളത്. അവരെയും കൊല്ലുക, അവരെ ഒരിക്കലും ഇനി തടവറയിൽ പാർപ്പിക്കേണ്ടതില്ല എന്ന നിയമം പാസാക്കിയിരിക്കുകയാണ്. ഫലസ്തീൻ ജനതയെ ഫലസ്തീന്റെ പുറത്തുനിന്ന് നമ്മൾ സഹായിക്കേണ്ട രീതിയിൽ 4ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ ജനതയെ നിരുപാധികം ചേർത്ത് പിടിക്കലും അവർക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കലും അവരുടെ ഐക്യദാർഢ്യപ്പെടാനുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കലുമാണ്. അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും. അതുവഴി ഫലസ്തീൻ പ്രശ്നത്തെ ഉയർത്തിയിരിക്കുക, ലൈവ് ചെയ്യുക, ലൈവായി നിലനിർത്തുക എന്ന് പറയുന്ന ബാധ്യത നമുക്കുണ്ട്. കാരണം ഈ അനീതി ലോകത്തോട് പറയൽ നമ്മുടെ ബാധ്യതയാണ്, അനീതി വിളിച്ചു പറയൽ നമ്മുടെ ബാധ്യതയാണ്. 5ാമതായി ഫലസ്തീന്റെ പുറത്തുള്ള ആളുകൾ ഫലസ്തീൻ എങ്ങനെ സഹായിക്കണം? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ 3 ദിവസം മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഈ സമയങ്ങളിൽ ഉണ്ടായി എന്നാണ്. സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ സ്റ്റാർബക്സും മക്ഡൊണാൾഡും അവരുടെ ജോലിക്കാരെ കഴിഞ്ഞ ദിവസം സ്റ്റാർബക്സ് 900 ജീവനക്കാരെ പിരിച്ചുവിട്ടു. അപ്പൊ അവരുടെ സാമ്പത്തികമായ ബാധ്യതകൾ അവർക്കുണ്ടാവുന്നുവെന്നാൽ ലോകം അവരെ ബഹിഷ്കരിക്കാൻ സാമ്പത്തികമായി അവരുടെ ഉൽപ്പന്നങ്ങൾ, അവരുടെ കമ്പനികൾ, ഇസ്രായേലിലെ സൈനികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായി ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളുടെ ലിസ്റ്റ് UN തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്, ഐക്യരാഷ്ട്രസഭ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. കാരണം ഐക്യരാഷ്ട്രസഭ പറയുന്നത് ഇന്ന കമ്പനികൾക്ക് ഇത്ര ശതമാനം ഇസ്രായേൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നാണ്. ഇന്ന കമ്പനികൾ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളാണ് എന്നതാണ്. ആ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, അത് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് അവരോട് ചെയ്യേണ്ട ഒരു ബാധ്യതയുടെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് പെപ്സിയും കൊക്കക്കോളയും അതുപോലെ തന്നെ മഞ്ചും ഡയറി മിൽക്കും അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങൾ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, നമ്മൾ ഒരാൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക, നമ്മൾ വിൽക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസപരമായ ഒരു പ്രവൃത്തി കൂടിയാണ്. മനുഷ്യത്വത്തിന്റെ ഏറ്റവും പ്രധാനം. കാരണം ഏറ്റവും കൂടുതൽ ഈ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നത് യൂറോപ്പാണ്. യൂറോപ്പിലെ മൂവ്മെന്റുകൾ, BDS മൂവ്മെന്റുകളിൽ ഏറ്റവും വലിയ സ്വാധീനം യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ, അതുകൊണ്ടാണ് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അത് ഇസ്രായേലിന്റെ ഉൽപ്പന്നമാണോ അല്ലേ എന്നറിയാൻ നോ താങ്ക്സ് ആപ്പ് നമുക്കറിയാം. ഇസ്രായേലിൻ്റെതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പറയും, വേണ്ട എന്ന് നമ്മോട് പറയും. അപ്പൊ ഇങ്ങനെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ബാധ്യത നമ്മളുണ്ട്. നമുക്ക് അതിനു പോലും സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഞാൻ വാങ്ങുന്ന പെപ്സിയിൽ നിന്ന് ഒരു 3 രൂപ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഇടനെഞ്ചിലേക്കുള്ള ഇസ്രായേലിന്റെ വെടിയുണ്ടയായി മാറുന്നതിൽ നിങ്ങൾ പങ്കാളികളായാൽ ആ ജനതയുടെ നിലവിളികളിലും അതുപോലെ തന്നെ അവരുടെ രക്തം പുരണ്ടിരിക്കുന്ന അവരുടെ മൃതശരീരങ്ങളിലും എന്റെയും നിങ്ങളുടെയും പങ്കുണ്ട് എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് സാധ്യമാവുന്ന രീതിയിൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ സാധ്യമാവുന്ന രീതിയിൽ മാത്രമല്ല, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീൻ കോസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ നിർബന്ധ ബാധ്യതയാണ് ഈ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിൽ അത് വാങ്ങി കൊടുക്കാതിരിക്കുക, നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക. നമ്മുടെ മദ്രസകളിലും സ്കൂളുകളിലും പാഠശാലകളിലും ഒരു അധ്യാപകൻ ഇന്ന് ധാർമ്മികതയുടെ പാഠമായ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ നിങ്ങൾ ഇസ്രായേലിനെ സഹായിക്കരുത് പെണ്ണുമക്കളെ എന്നവരോട് പറയലാണ്. ആ പറയുന്നതിൽ ഉൽപ്പന്നങ്ങളുണ്ട്, മിഠായികളുണ്ട്, നമ്മുടെ കുട്ടികൾ സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പദാർത്ഥങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഇന്ന് ലോകത്ത്
ലോകത്തിന് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസം. നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക, അതിനെ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ലോകം സ്വീകരിച്ച ഒരു സമരമാർഗമാണ്. ആ സമരമാർഗത്തിൽ ആത്മാർത്ഥതയോടുകൂടി സന്നദ്ധതയോടുകൂടി അടിയുറച്ചു നിൽക്കാൻ ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ്, ഒരു പ്രക്ഷോഭമാണ്. അതുപോലെ തന്നെ ഒരു ധാർമ്മികതയുടെ ഏറ്റവും വലിയ പാഠമാണ്. ഏഴാമതായി നമുക്കറിയാം, ഫലസ്തീന്റെ പുറത്തുനിന്ന ആളുകൾ അതിനെങ്ങനെ സഹായിക്കണം എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനകളാണ് ആ ജനതയിൽ. അതുകൊണ്ടാണ് അവിടുത്തെ പോരാളികൾ നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളിൽ നിലകൊള്ളുക, അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുക. ഈ കാര്യങ്ങളാണ് എല്ലാ ബ്രീഫിങ്ങിലും അവിടുത്തെ പോരാളികളുടെ നേതാക്കന്മാർ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി അവർ കൈ ഉയർത്തിയാൽ, ലോകത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പടച്ചറബിന്റെ മുന്നിൽ, ദൈവത്തിന് മുന്നിൽ കൈ ഉയർത്തിയാൽ ആ കൈ താഴ്ത്തുന്നതിന് മുമ്പ് ഒരു വരിയെങ്കിലും ഈ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ കൈ താഴ്ത്തരുത്. അത് നന്ദികെട്ട പ്രാർത്ഥനയാണ്. കാരണം ലോക ചരിത്രത്തിൽ, ലോക നാഗരികതയിൽ ഇത്രയും അധികം കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ട ഒരു ദുരന്തം നമ്മൾ കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. അതിന് ലൈവായി ദൃസാക്ഷികളായി നിൽക്കുമ്പോ ആ ജനതയോട് പ്രാർത്ഥന കൊണ്ടെങ്കിലും ഐക്യപ്പെടാതിരിക്കാൻ നമുക്ക് എന്തുണ്ട് ന്യായം? അതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിന് ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ജനത നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ഗസ ഒരു ഉരക്കല്ല, നമ്മളുടെ ഒരു പൊസിഷനെ നിർണയിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഭൂമിയിൽ നിർമ്മിച്ച ഒരു ഉരക്കല്ല. ഗസക്കാരുടെ വിശ്വാസവും ഗസക്കാരുടെ നിശ്ചയദാർഢ്യവും ഗസക്കാരുടെ പോരാട്ട വീരത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടതോ അളക്കേണ്ടതോ ഇല്ല. അതിലവര് 100% ഡെഡിക്കേറ്റഡാണ്. നിങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അനസ് ജമാൽ ഷരീഫ് എന്ന് പറയുന്ന അൽ ജസീറയുടെ പത്രപ്രവർത്തകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ രക്തസാക്ഷിയായി. അനസ് ജമാൽ ഷരീഫിന് സഹപ്രവർത്തകൻ അയച്ച മെസ്സേജ് ഉണ്ട്. ഖത്തറിൽ നിന്ന് അദ്ദേഹം അയക്കുന്നത്, നീ ഉടനെ ഖത്തറിലേക്കോ തുർക്കിയിലേക്കോ മാറണം, നിന്റെ ജീവൻ അപകടത്തിലാണ്. അതിന് അനസ് ജമാൽ ഷരീഫ് അയച്ച മറുപടി, ലൻ നഖ്റുജ മിൻ ഗസ്സ ഇല്ലാ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കല്ലാതെ ഗസയിൽ നിന്ന് ഞാൻ പുറത്തു പോവില്ല എന്നാണ്. ഈമാൻ എന്ന് പറയുന്ന ഒരു നഴ്സുണ്ട്. ആ നഴ്സ് ഇപ്പൊ തുർക്കിയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അവര് ഏകദേശം 1 വർഷത്തോളം ഗസയിൽ സേവനമനുഷ്ഠിച്ചു. ഗസയിൽ സേവനമനുഷ്ഠിച്ച് അവിടെ മരിച്ചു കിടക്കുന്ന മനുഷ്യര്, പരിക്ക് പറ്റിയ മനുഷ്യരുടെ ഭീതിതമായ അവസ്ഥകളെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു നഴ്സാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ, ഗസയിലെ ഒരു ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ അലക്സാണ്ട്രിയയില്, ഇസ്മായിലിലൊക്കെ ഹോസ്പിറ്റൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പരിക്ക് പറ്റിയ ആളുകളെ ചികിത്സിക്കാൻ വേണ്ടി. കാർഡിയാക് സംബന്ധമായ അസുഖങ്ങളില്ല എന്ന് എഴുതി ഒപ്പിട്ടിട്ട് മാത്രമാണ്, ഒരാൾക്ക് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റൂ. അത്രയും മാരകമായ പരിക്ക് പറ്റി കിടക്കുന്ന ആളുകളാണ്. പക്ഷെ ആ മനുഷ്യരുടെ നിശ്ചയദാർഢ്യത്തെ കുറിച്ച് ഈ ഇമാൻ എന്ന് പറയുന്ന നഴ്സ് പറയുന്നുണ്ട്, അനസ്തേഷ്യ ഇല്ല ഗസയിൽ. കാരണം എല്ലാ സർജറിയും അനസ്തേഷ്യ ആവശ്യമുള്ള മാരകമായ പരിക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷേ തുന്നിച്ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ ചെറുപ്പക്കാർ, ഓരോ സ്ത്രീകൾ പറയാൻ, ഞങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യാൻ നിങ്ങൾ ഞങ്ങളുടെ കാല് തുന്നിച്ചേർത്തുകൊള്ളൂ എന്ന് പറയുന്നത് ഞങ്ങൾ കാണുകയാണ്. മരിച്ചുപോയ മനുഷ്യരുടെ ദേഹത്തുനിന്ന് കസ്തൂരിയുടെ ഗന്ധം ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവർ അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തേക്ക് ഗസ കയറ്റി അയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ നിശ്ചയദാർഢ്യം എന്ന് പറയുന്ന ഉൽപ്പന്നമാണ്. അത് ലോകത്തേക്ക് എമ്പാടും കയറ്റി അയക്കാൻ പര്യാപ്തമായ ഒരു സർവകലാശാലയാണ് ഗസ എന്ന് പറയുന്നത്, ഫലസ്തീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഫലസ്തീൻ ജനതയെ നമ്മുടെ പ്രാർത്ഥനയിൽ, ദൈവം തമ്പുരാന്റെ മുന്നിൽ നമ്മൾ കൈനീട്ടുന്ന ഏതൊക്കെ സന്ദർഭങ്ങളിലുണ്ടോ ആ ജനതയെ ചേർത്ത് പിടിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 6 വയസ്സായ മറിയം എന്ന് പറയുന്ന വടക്കൻ ഗസയിലെ ഉമ്മയും ഉപ്പയും രക്തസാക്ഷിയായ, കൂടെ കളിക്കേണ്ട സഹോദരങ്ങൾ രക്തസാക്ഷിയായ ഒരു കുട്ടിയുടെ വിലാപം നമ്മൾ കേട്ടതാണ്. മകളെ, നീ എങ്ങനെയാണ് ഈ ദുഃഖം മറക്കുക എന്നവരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി പറയുന്ന മറുപടി, ഓരോ 6 ദിവസവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഖത്തം ചെയ്തു തീർക്കും, അങ്ങനെ ഞാൻ എന്റെ വിഷമം മറക്കുമെന്നാണ്. അപ്പൊ നിശ്ചയദാർഢ്യത്തിന് ലോകത്ത് തുല്യതയില്ലാത്ത ഉദാഹരണങ്ങൾ എമ്പാടും പറയാൻ പറ്റുന്ന ഒരു ദേശമാണ് ഗസ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ വിശ്വാസവും നമ്മുടെ മനുഷ്യത്വവും നമ്മുടെ നീതിബോധത്തിന്റെ അവസാനത്തെ കണികയെങ്കിലും, നിങ്ങളുടെ ഹൃദയത്തിൽ മാഞ്ഞു പോവാത്തൊരു കണികയെങ്കിലും മനുഷ്യത്വത്തിൻ്റെതുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഗസയെ ചേർത്ത് പിടിക്കണം.
ഒരു ഉപാധികളുമില്ലാതെ ആ ജനതയെ ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഗസയുടെ പുറത്തു നിന്ന് ഞങ്ങൾ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്ന ആളുകളോട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ ഗസക്ക് പുറത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഫലസ്തീന് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. ആ ബാധ്യത നമ്മൾ നിർവഹിച്ചാൽ മാത്രമാണ് ഫലസ്തീന്റെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് ആത്മാർത്ഥതയുള്ളൂ, സമർപ്പണമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ഐക്യദാർഢ്യ സംഗമം, ഈ ഐക്യദാർഢ്യ സദസ് ദൈവം തമ്പുരാന്റെ കാരുണ്യക്കടലായ പടച്ചവന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.